കോഴിക്കോട്ട് അങ്ങാടിന്ന്. ശോഭേച്ചിയെ, എന്തേനു മോളെ? ചിട്ടീന്റെ പൈസ. ആ, നിന്നെ ഞാൻ കാത്തുക്കേനു. മോളെ പൈസ താരാന്നറിയണല്ലോ. ശോഭേച്ചിയെ, ആ ഇങ്ങോട്ട് നോക്ക്. പിന്നെ വീട്ടിലാരാ പുതിയ താമസക്കാര്? ആടെ 2 പെൺകുട്ടികളാ. അതെനിക്ക് പോലെ കണ്ടേരം മനസ്സിലാക്കി. ഓലെ അടുത്തേരാന്ന് വെച്ചേ. ഏടെയെന്ന് ആർക്കും അറിയില്ല. സ്റ്റേറ്റ് ആരാ? അതൊന്നും എനിക്കറിയില്ല. തെക്കുന്നാന്നോന്ന്? അല്ല, നമ്മളെ നാട്ടിൽ ഒറ്റയ്ക്ക് വന്ന് താമസിക്കാൻ പറഞ്ഞാല് ആർക്കറിയാ എവിടുന്നോ വന്നിന് 2 പെൺകുട്ടികൾ. ഞാൻ കണ്ടിട്ടില്ലല്ലോ. ആ, വാടകയ്ക്ക് അങ്ങനെ താമസിക്കല്ലേ. എവിടുന്നാ വന്നേന്നൊന്നും അറിയില്ല. 2 പെൺകുട്ടികളുണ്ട്. ഞാൻ പോട്ടെ. ആ ശരിയേ. നീ അറിയില്ലേ അവിടെ 2 പെൺകുട്ടികളെ താമസിക്കുന്നത്? ഇല്ല, ഞാൻ അറിഞ്ഞിക്കില്ല. കൊറേ ദിവസമായല്ലോ വന്നിട്ട്. നിങ്ങളെ കണ്ടിനോ? ഞാൻ നോക്കട്ടെ. പിന്നെ അവിടെ 2 പെൺകുട്ടികളാ, സുന്ദരി പെൺകുട്ടികളാ. അതാരങ്ങളോട് പറഞ്ഞേ? ബിന്ദുവിന്റെ വീട്ടിൽ നിന്ന് അവര് പാല് വാങ്ങിക്കുന്നത്. ആ, അങ്ങനെ കണ്ടതാ? ആ, ഒന്ന് കാണാൻ പറ്റും ഒമ്പക്ക്? കാണാൻ പറ്റണമെങ്കിൽ അവര് പുറത്തിറങ്ങണ്ടേ? ആ, എപ്പോഴെങ്കിലൊക്കെ ഒന്ന് പുറത്തിറങ്ങൂലേ? ഓരതിന് പുറത്തിറങ്ങില്ല. ഓരോ എവിടുത്താരാ? എവിടുത്തേരാന്നൊക്കെ ആർക്കറിയാം. എന്നാലൊരു സ്ഥലം ഉണ്ടാവൂലേ? എവിടുന്നോ വന്നതാ. തിരിച്ചേ വണ്ടി എൻ്റെ മോനെ ഒന്ന് നിർത്തി. സ്ലോ. ഹലോ, എങ്ങോട്ടേക്കാ പോകുന്നേ? ഹലോ, ഹായ്. എന്തൊക്കെയാ? അടിപൊളിയല്ലേ യാത്രയൊക്കെ? ഓ, അടിപൊളി. ഇതാര് രമ്യോ? എന്തൊക്കെയാ നാട്ടില് വിവരങ്ങള്? നാട്ടിൽ ചൂടുള്ള പറയൂ. നമ്മളെ ശോഭേച്ചിന്റെ വീട്ടിന്റെ തൊട്ടടുത്ത് 2 പെൺകുട്ടികൾ മാത്രം താമസിക്കാൻ വന്നിക്ക്. ഓഹോ, അച്ഛനുമില്ല, അമ്മയില്ല, ആരുമില്ല. കഷ്ടം. എന്നിട്ടെന്താ, ഈ നാട്ടിലെ ചെറുപ്പക്കാര് മൊത്തം ആ വീട്ടിന് മുന്നിലാ. എന്നാലും അവിടെ ഒരു ലാഭം ഉണ്ടല്ലോ. ഇവിടെ ഒരു നഷ്ടം, അവിടെ ഒരു ലാഭം. അതൊക്കെ പോട്ടെ, ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് നമ്മുടെ നാട്ടിലെ പൂവാലന്മാരിൽ നിന്നും അവര് നേരിടുന്നുണ്ടോ? ഉണ്ടോന്നോ? ഏതെങ്കിലും വിധത്തിൽ പൂവാലന്മാർ എത്തി നോക്കുക, ബന്ധം സ്ഥാപിക്കാനുള്ള ശ്രമം ഉണ്ടാവുക, പരിചയം പുതുക്കാനെന്ന ഭാവേന ആ വീട്ടിലേക്ക് ചെല്ലുക, ഇതല്ലേ ഇപ്പൊ നടക്കുന്നത്. എനിക്ക് മനസ്സിലായി. നിങ്ങളെ പോലത്തെ സ്ത്രീകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ നഗരങ്ങളിലേക്ക് ചെന്ന് രാപ്പാർക്കണം. രമ്യ ഹർമ്മ്യങ്ങളുള്ള കൊച്ചിയിൽ ചെന്ന് രാപ്പാർത്തിട്ടുണ്ടോ? ഞാൻ പോയിട്ടൊന്നുമില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഓരോ ഫ്ലാറ്റിലും ഓരോ ലേഡീസും ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. അവിടുത്തെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് വലിയ കാറൊക്കെ എടുത്ത് കൊച്ചിയിൽ നിന്നും ബാംഗ്ലൂരേക്ക് ഓടിച്ചു പോന്നു. അവിടുന്ന് മദ്രാസിലേക്ക് പോകുന്നു. ആരെങ്കിലും തുണയുണ്ടായിട്ടാണോ? ഇവിടെ 2 സ്ത്രീകളില്ലേ? എന്തായാലും ഈ കോഴിക്കോട് അങ്ങാടിയിൽ ഇതൊന്നും നടക്കൂല. ഞങ്ങൾ പെണ്ണുങ്ങൾ വെച്ച് പൊറപ്പിക്കില്ല. 2 സ്ത്രീകൾ ഉള്ളതാണല്ലോ നിങ്ങളുടെ പ്രശ്നം. ആ, അതെ. അതിൽ 2 പുരുഷന്മാരും കൂടി ഉണ്ടായാൽ കുഴപ്പമുണ്ടോ? ഏയ്, അത് ശരിയാ. രമ്യ, നിന്റെ ജാക്സൺ ഇപ്പോൾ എവിടെയുണ്ട്? ജാൻസൺ അല്ല, ആൻസൺ. അത് നിനക്ക് പണ്ടവൻ നഴ്സറി കലോത്സവത്തിൽ മൈക്കിൾ ജാക്സന്റെ ഒരു ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് മുതൽ എനിക്കവൻ മൈക്കിൾ ജാക്സൺ ആണ്. മൈക്കിൾ ജാക്സൺ ഇഷ്ടം മൂൺ വാക്ക് ആയിരുന്നെങ്കിൽ നിന്റെ ഭർത്താവിന് ഇഷ്ടം നൈറ്റ് വാക്കാണ്, രാത്രി സഞ്ചാരം. ഇപ്പൊ അവനെവിടെ പോയി? ഡ്യൂട്ടിക്ക് പോയതാ. ഓ, ഡ്യൂട്ടിയിലാണല്ലേ. ഞാൻ പോട്ടെ, കുറച്ച് ആൾക്കാരോടുകൂടി പറയാണ്ട്. ഈ സ്ത്രീകളൊക്കെ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ സാധാരണക്കാരന്റെ ജീവിതം എന്താവും? ഈ നാട് വളരെയേറെ പുരോഗമിക്കേണ്ടിയിരിക്കുന്നു. വളട്ടെ, നമസ്കാരം. എന്താ ഇവിടെ? അത് അവർക്ക് പൈസ പൈസ ആവശ്യമുള്ളപ്പോ വിളിച്ചോളൂ കേട്ടോ. എന്താ ഇവിടെ?
ഈ വീട്ടിനകത്ത് 2 പെൺകുട്ടികൾ മാത്രം താമസിക്കാൻ പാലട്ടാ. പാവല്ല അണ്ണാ അവര്. 2 പെൺകുട്ടികൾ അതിനെന്തിനാ ഞങ്ങൾ നോക്കിക്കുന്നത്? ആവശ്യമുണ്ട് അവര് ബാലേട്ടനെ അറിയിക്കൂ. മനസ്സിലായോ? ആണോ? പോവിടുന്ന് നാട് പാലട്ടാ, 2 പെൺകുട്ടികൾ എനിക്കൊരു ഭാര്യയില്ലടാ. ഇല്ലേ? സഹായം എന്തെങ്കിലും പോവിടുന്ന്. ഒരേടാ. ആ. പോവിടുന്ന്. ഇത് കഷ്ടം നോക്കണം. അണ്ണാച്ചി വാടാ. 2 പെൺകുട്ടികൾ ഇവിടെ ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കേ. അതും ബാലൻ അറിയാതെ. പോയി നോക്കാം. ഒന്ന് പരിചയപ്പെട്ടാലോ? ഒരു വിഷമമുണ്ടാവില്ല, തിരക്കുകാരന് വരാൻ പറ്റാഞ്ഞിട്ടാണേ. ആരാ? പറ. അപ്പോ പുതിയ താമസക്കാര് അതെ, എവിടെയായിരുന്നു ആദ്യം താമസിച്ചത്? പത്തനംതിട്ടയില്. പത്തനംതിട്ടയിൽ. ആ മോളുവാ മോള് ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? ഡിഗ്രിയാ. നിങ്ങളാരാ? മനസ്സിലായല്ലോ അല്ലേ? ഇല്ല. ഞാൻ ബാലൻ. ഈ നാട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്തത് ഞാനാ. എന്റെ അണ്ടറിലാണ് ഈ നാട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ പാമ്പ് ശല്യം ഉണ്ടോ? പാമ്പ് പിടുത്തക്കാരനാണോ? പാമ്പ് പിടുത്തായിട്ടല്ല. നമ്മൾ ഈ വീട്ടില് കറണ്ട് പോകുമ്പോ അടുത്ത വീട്ടിലെ ചേട്ടൻ വന്ന് വിളക്ക് തെളിയിക്കുന്നത്, ഈ പാമ്പ് ശല്യം ഉണ്ടാവുമ്പോൾ സഹായിക്കുന്നത്, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സിനിമയിലൊക്കെ കണ്ട പഴയ സൗഹൃദങ്ങൾ. അയൽപക്കത്തെ ചേട്ടനായിട്ട് ബന്ധങ്ങൾ ഉണ്ടാണ്, അങ്ങനെയൊക്കെയാണല്ലോ. അപ്പൊ അങ്ങനെയൊന്നും ചോദിച്ചതാ. അല്ല മാമ, കിണറ്റിൽ വീണ തൊട്ടിയൊക്കെ എടുക്കപ്പോ എടുക്കെങ്കിൽ അല്ല, ഇവിടുത്തെ കിണറ്റിലൊരു തൊട്ടി വീണനെ ആളവിട കേട്ടാ. അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. എന്നാല് അല്ല, ഒന്നും വേണ്ട, ഒന്നും വേണ്ട. ഞങ്ങൾക്കൊന്ന് പുറത്തു കൊണ്ടിരുന്നേ. എനിക്ക് സമയമില്ല, എനിക്ക് പോവാണ്ട് ആ. കേട്ടോ. ഏത് ഭാഗത്തേക്കാ? കൊയിലാണ്ടി ഭാഗത്തേക്കാണോ? അതെ. ഞാൻ വിട്ടുതരണം അവിടെ. അയ്യോ വേണ്ട വേണ്ട. ഞാൻ വേണമെങ്കിൽ ഇല്ല വേണ്ട. എന്തെങ്കിലും ആവശ്യമുണ്ട് ബാലേട്ടനെ വിളിക്കുക. നമ്പർ ഒന്ന് നോട്ട് ചെയ്യണോ? അയ്യോ അതിന്റെ ആവശ്യമില്ല, വേണ്ട. ആവശ്യമുണ്ട്, ഇവിടെ ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും. ഓക്കെ, നിങ്ങളുടെ നമ്പർ ഞാനൊന്ന്. അയ്യോ വേണ്ട വേണ്ട. വേണ്ടല്ലോ അല്ലേ? ഓക്കെ, ശരി. നല്ല ഓക്കെ. ശരി. അല്ല അല്ല, പോയിട്ടില്ല. അത് അവർ തനിച്ചായോണ്ട് ഞങ്ങള് തനിച്ച ആരവരാ? അവര് പണ്ട് നിന്ന സ്ഥലത്ത് തനിച്ചായിരുന്നു. ഇപ്പൊ ഇവിടെ ബാലേട്ടനെന്ന് പറഞ്ഞ് സേഫായിട്ട് ജീവിക്കാണ്. മനസ്സിലായല്ല? ഇനി അവര് തനിച്ചല്ല, അവരോട് ഞാനുണ്ട്. പഴയ കഥകളൊക്കെ പറഞ്ഞപ്പോ എന്ത് കഥ? ഇടാ, പണ്ട് അല്ല, ഞാനെന്ത് നിന്നോടൊക്കെ പറയുന്നു. ഒരു കാര്യം, മീരയ്ക്ക് ഫാമിലിക്ക് ഇനി ഞാനുണ്ടാവും. ഇനി ഇവിടെ ഒറ്റൊന്നിനും കാണരുത്. വിട്ടോ വിട്ടോ, പോ പോ, വിട്ടോ. ഇനി ഈ ഗേറ്റ് മുന്നിൽ ഒരു കാവൽ ജവാനായിട്ട് ഞാനുണ്ടാവും. നമുക്ക് പോടാ. ഇയാള് അവർ കാവൽ ജവാനൊന്നുമല്ല, അവർ കാവൽ നായി. ഞാൻ പറയടാ.
ആ ജോണിക്കുട്ടിയെ ആ കണ്ടേട്ടാ. ഞാനൊരു എന്നെ കണ്ടൊരു വിവരം ചോദിക്കണം വിചാരിച്ചു. എന്തേലും നമ്മളെ ആ മടത്തിലെ അപ്പുറത്തെ ആ വീട്ടിലേ ആ 2 പെൺകുട്ടികൾ താമസിക്കാൻ വന്നിക്ക്. പെൺകുട്ടികളാ? ആ കേക്ക് ഇവിടുത്തെ തരല്ല, ആ ഓരങ്ങ് തെക്കുന്നെങ്ങാൻ വന്ന് താമസിക്കുന്ന എന്താ പ്രശ്നം? ഓല് താമസിച്ചോടെ? പ്രശ്നമാണല്ലോ. അതെങ്ങനാ? എടാ 2 പെൺകുട്ടികൾ താമസിക്കുന്നതാണ് പ്രശ്നം. അല്ലെങ്കിൽ അവരുടെ കൂടെ ഒരാണ് വേണം, അതല്ലെങ്കിൽ ഇവർ 2 പെണ്ണിന്റെ കൂടെ 2 ആണ് വേണം. 2 പെൺകുട്ടികൾ മാത്രം താമസിക്കുന്ന ഒരു മനഃശാസ്ത്രപരമായ കാര്യമാണ്. എന്തായാലും 2 പെൺകുട്ടികളുടെ 2 ആൾക്കാര് നിങ്ങളെ കൂടെ ആരെങ്കിലും ഉണ്ടോ ഈ കാലം വരായിട്ട്? അതാണ് ഞാൻ പറഞ്ഞു വന്നത്. എന്ത്? എന്റെ കൂടെ ആരുമില്ല എന്നുള്ളതല്ലല്ലോ, അത് പറയല്ല. ഞാനാണല്ലേ, ഒരു 2 പെൺകുട്ടികളല്ലേ. ആ ഈ 2 പെൺകുട്ടികളുടെ കൂടെ ആരും ഇല്ല. അത് അതെന്താന്ന് നമ്മൾ ചിന്തിക്കേണ്ട അത് ഘടകം. പിന്നെ മാഷേ, ഒരേ 2 പെൺകുട്ടികൾ ഒറ്റയ്ക്ക് ജോയി. വന്നാ, ഇവിടെ ആ കണ്ടേട്ടൻ ഒരു പ്രശ്നം കണ്ടെത്തിയിട്ടുണ്ട്. എന്താ കണ്ടാ നിന്റെ പ്രശ്നം? 2 പെൺകുട്ടികൾ ഇവിടെ ഒരുമിച്ച് താമസിക്കുന്നുണ്ട്. നമ്മളെ മടത്തിലെ ഓല്- വീട് പുതിയ പോരേല് പ്രഭാകരന്റെ. ആ ആ 2 പെൺകുട്ടികൾ തെക്കുന്ന് വന്ന് താമസിക്കുക. ഓഹോ. അങ്ങനെ പാടില്ല. ആ അതിനെന്താന്ന് ഞാൻ ചോദിച്ചു. ബാക്കി മാഷ് പറഞ്ഞുതരും. അതെന്ന് പറയുമ്പോൾ സമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാടിന്റെ വിഷയമാണത്. അതായത് സാമൂഹിക പ്രക്ഷേപണത്തിന്റെ പ്രത്യേക തരത്തിലുള്ള അന്തർലീനമായിരിക്കുന്ന മാനവികതയുടെ നിഷ്കാസനത്തിൽ നിന്നുമുണ്ടാകുന്ന ഒരു തരം വൈകല്യാത്മകമായിട്ടുള്ള പ്രക്ഷേപണത്തിന്റെ ഒരു തരം കുതിരകയറ്റം. ആ ഈ കുതിരകയറ്റമാണ് ഞാൻ സംസാരിച്ചത്. ആ പ്രശ്നമാണ് ഞാൻ ഈ പറഞ്ഞ പ്രശ്നം, കുതിരകയറ്റം. മാഷേ, നമുക്ക് എവിടെങ്കിലും പോയിരുന്ന് 2 ചായ കുടിച്ചാൽ തരിപ്പങ്ങ് തീർക്കാം. ആ, നിങ്ങൾ അതല്ലേ, വാ. മൂപ്പരോട് പറഞ്ഞിട്ട് കാര്യമില്ല. വല്ലാത്തൊരു കുതിരകയറ്റായി പോയത്. ആരെങ്കിലും കാണുന്നുണ്ടോ? ആരെ കാണാനില്ലല്ലോ. ഓഹോ. അല്ലടോ ജാക്സൺ, ഇനി എന്താ ഇവിടെ കിടന്ന് കറങ്ങുന്നത്? ഇന്റെ ഓളല്ലേ പറഞ്ഞു ഇനി ഡ്യൂട്ടിയിലാന്ന്. എന്റെ ഡ്യൂട്ടി ഇപ്പൊ എവിടെയാ? ഇവിടെയാ ഇപ്പൊ ഇന്റെ ഡ്യൂട്ടി. ലേശം താമസിച്ചോ? താമസിച്ചു. മാഷ് എന്താ ഇവിടെ കിടന്ന് കറങ്ങുന്നത്? ഇനിയൊരു കഥ അറിയോ? ഈ വീട്ടില് 2 പെൺകുട്ടികൾ തനിച്ച് താമസിക്കും. തനിച്ചാണ്? അതിനെന്താ? പാവം അനാഥ മക്കളാ. ഞാനില്ലേ അവർക്ക്? അതിൽ നല്ലൊരു അനാഥരായി ജീവിക്കുന്ന മാഷേ, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. എന്താ അത്? ഇനി പറയാൻ പോകുന്നതേ ഈ ചെവി അറിയാൻ പാടില്ല. എന്നാ ഒരു കാര്യം ചെയ്യ്, ഇച്ചവി അല്ലേ വേണ്ട. എന്താണ് മാഷേത്? നമ്മളെ ബാലമെമ്പറെ ഇവിടെ കിടന്ന് കുറച്ചു ദിവസമായിട്ട് മേയുന്നുണ്ട്. അതൊന്ന് നിർത്തിക്കണം. അല്ലേലും ഓന്റെ ജീവിതം ഇങ്ങനെ മെഴുകി തീരാനുള്ളതാണല്ലോ. ഇവിടെ കരിക്ക്. അതുകൊണ്ടേ നമ്മുടെ ഒരു കണ്ണ് വേണം ഇവിടെ. ഞാൻ അന്വേഷിച്ചിടത്തോളം ഇവിടെ ഒരു കണ്ണല്ല, ഒരു വലിയ നേത്രദാന ക്യാമ്പ് സംഘടിപ്പിക്കാൻ ആവശ്യമായ അത്രയും കണ്ണുകൾ ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ നമുക്കൊരു ബൈനോക്കുലർ വാങ്ങണം. എന്താ പക്ഷേ പഴയ പോലെ കണ്ണങ്ങ് പിടിക്കുന്നില്ല ജാക്സ. പ്രായമായി, പെൻഷനൊക്കെ പറ്റാനായില്ലേ, കണ്ണടന്നങ്ങ് വാങ്ങിക്കോളി. എടോ, ഇത് 2 നല്ല സിനിമാ നടിമാർ പോലെ ഉണ്ടല്ലോ രണ്ടും. രംബയും തിലോത്തുമെന്ന് ഇവരുടെ അടുത്ത് ഒന്നുമല്ല കുഞ്ഞുമോനെ. അത് വളരെ ശരിയാണ്. വെറുതെ അല്ല നാട്ടിലെ ചെക്കന്മാർ മൊത്തം ഈ മതിലുമ കയറി കുത്തിരിക്കുന്നത്. കാർമാദിക്കണം. എന്താ ഭംഗി! എന്താടാ ജാക്സ നമുക്ക് ഈ ബുദ്ധി നേരത്തെ തോന്നാഞ്ഞത്? നിക്ക്, എങ്ങോട്ടാ പോന്നേ? നിക്ക്, ചോദിക്കട്ടെ, എങ്ങോട്ടാ ഓടുന്നേ? ഞാനുണ്ട്, പറമോളെ. അതൊരു പോക്കാണ്. നീ എന്തെന്ന് നേരത്തെ? ഒന്നും പറയണ്ട ചേച്ചി. എന്തേ? ഞാൻ പോണ വഴിക്ക് ദിവസം ഒരു ചേട്ടൻ എപ്പോഴും ശല്യം ചെയ്യാ. എന്ത് പറ്റി? എനിക്കറിയില്ല, എന്തൊക്കെയോ ഇങ്ങനെ പറയും, എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. നീ അതൊന്നും മൈൻഡ് ചെയ്യണ്ട. ഞാനിനി കോളേജിൽ പോകുന്നില്ല. അത് പറഞ്ഞ പറ്റില്ല, നാളെ മുതൽ കോളേജിൽ പോണം. ഇല്ല, ഞാനിനി പോവൂല. ഇല്ലല്ല, നീ പോണം. എന്താ ചേച്ചി നമുക്കിങ്ങനെ? ഇവിടെ അച്ഛനില്ലാത്ത കൊണ്ടാണോ നമ്മളോട് എല്ലാവരും ഇങ്ങനെ കാണിക്കുന്നത്? ചേച്ചി വരാൻ നാളെ മുതൽ നിന്റെ കൂടെ കോളേജിലേക്ക്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ഇനി കോളേജിൽ പോകുന്നില്ല. ഇല്ല, നീ പോണം കോളേജില്. എനിക്ക് പറ്റൂല കോളേജിൽ പോവാൻ. നമുക്ക് അച്ഛനില്ലാത്ത കൊണ്ടല്ലേ ഇങ്ങനെ പറ്റുന്നേ. സാരല്ല മോളെ, നീ വാ. ഞാൻ പോവൂല കോളേജിൽ. നീ വാ, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. 55 ഉറുപ്പ്യന്റെ കല്ലായത് മഴയും വെയിലും ഒക്കെ കൊണ്ടാകെ നാശായിപ്പോയി.
ദീനേച്ചിയെ, രൂപ ഇനി എവിടുന്ന വരുന്നത്? ഞാനൊരു തേങ്ങ വാങ്ങാൻ പോയതാ. അരക്കാനൊന്നും തേങ്ങയില്ല. തെങ്ങുമ്മലും തേങ്ങ. ആണോ? നിങ്ങളെന്താ പൊരപ്പണിയെല്ലാം പകുതിയാക്കിയിട്ടിന്? ഇപ്പൊ പണിയൊന്നും നടക്കാത്തത് എന്താണെന്നറിയോ? ഇപ്പൊ ഡോക്ടർമാരെ എഞ്ചിനീയർമാരെയും കിട്ടാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. ഇപ്പൊ പണിക്കാരെ കിട്ടാനാ ബുദ്ധിമുട്ട്. ഒരു 2 ദിവസം വന്നാൽ 3 ദിവസം വരില്ല, 3 ദിവസം വന്നാൽ 6 ദിവസം വരില്ല. ഇങ്ങനത്തെ കളിയാ. പിന്നെ ഒരു വയറിംഗ് വലിക്കാനുണ്ട്. അതിനാണെ അജനെ വിളിച്ചാൽ ഒരിക്കലും വരില്ല. ആ വയറിംഗ് ഒന്ന് കഴിഞ്ഞാലല്ലേ ഈ പണിയൊക്കെ ബാക്കി തീർത്തിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റൂ. അതിപ്പോ നിങ്ങള് പറഞ്ഞ ശരിയാ. ഞാനൊരു പൊരപ്പണി തുടങ്ങിയിട്ട് ഒരാളെയും കിട്ടാനില്ല. ഈ പറഞ്ഞ 2 ദിവസം വരും, 3 ദിവസം വരില്ല. അതെന്താന്നറിയോ? ഇപ്പൊ വെയിലല്ലേ, ഭയങ്കര വെയിലല്ലേ. ഈ വെയിലത്ത് എങ്ങനെ പണിയെടുക്കാനാവൂലേ? ഓ ഓയ്, എന്താണ് നിങ്ങൾ രണ്ടാളും പറഞ്ഞിരിക്കുന്നേ? ഞങ്ങളിങ്ങനെ ഓരോ നാട്ടുകാരെയും പറഞ്ഞിരിക്കേനു. എന്നാലേ ഒരു ചൂടുള്ള നാട്ടുകാര്യം ഞാൻ പറഞ്ഞുതരാം. എന്താ അത്? നമ്മളെ ശോഭേച്ചിന്റെ വീട്ടിന്റെ അടുത്തില്ലേ 2 പെൺകുട്ടികൾ മാത്രം താമസിക്കാൻ വന്നിക്ക്. ഒറ്റയ്ക്കോ? ആ, അച്ഛനും ഇല്ല, അമ്മയില്ല, ആരുമില്ല. ഏർന്ന് വന്നീ കുട്ടികള്? ആർക്കറിയാം. അല്ലടോ, നമ്മള് വാടകയ്ക്ക് കൊടുക്കുമ്പോ ഫാമിലിക്കല്ലേ കൊടുക്കുക? ഇവരെന്താ പെൺകുട്ടിക്ക് മാത്രം കൊടുത്തത്? അതന്നെ. ഈറ്റകളെങ്ങനെയുണ്ട് കാണാൻ? സുന്ദരികളാ. എന്നാ ഇവിടെ വെച്ച് പൊറപ്പിക്കരുത് കേട്ടോ. അതന്നെ എന്റെ പ്രശ്നം. അവരിവിടെ ശരിയാവൂല. എന്നാ നമുക്ക് വൈകുന്നേരം കുടുംബശ്രീ വിളിക്കാം. ആ, ഇന്നത്തെ അജണ്ട അതായിരിക്കണം. ആ, അതിൽ നമുക്ക് സംസാരിക്കണം. 2 പെൺകുട്ടികളെ മാത്രം ഇവിടെ വെച്ച് പൊറപ്പിക്കേ. എത്ര ആണുങ്ങളുണ്ട് ഇവിടെ? എന്നിട്ട് ഓല പിന്നാലെ നമ്മള് നടക്കേണ്ടി വരും. നടക്കൂല. ഞാനിപ്പോ ഇത് വാടകയ്ക്ക് കൊടുക്കണം എന്ന് വിചാരിച്ചതാ. ഇനി എങ്ങനെ കൊടുക്കൂ? ഞാൻ കൊടുക്കുന്നില്ലേ, വിറ്റേളിയാ. ഏച്ചിയെ കൊടുക്കണ്ടട്ടോ. അല്ല മോളെ, അല്ലാണ്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ? നോക്കിയും കണ്ടും കൊടുത്താ മതി കേട്ടോ. ഇവരിപ്പോ എന്തൊക്കെ ചെയ്ത് വന്നയാന്നാരുണ്ട്? അതാണ്. ഇത് ഏടുന്ന് വന്നയാന്നായിക്കൂ. എന്നോട് മിണ്ടാനും പറയാനൊക്കെ വരലുണ്ടോ? ഏടെ വരെ. ഞാനും നാളെ അയലോടി പോകുമ്പോ ഞാനൊന്ന് ചിരിച്ചേ, മുഖത്ത് കൂടി നോക്കിയില്ല. വേടെന്ന് വന്നേറ്റങ്ങളായിരിക്കൂ. ആർക്കറിയാ? എന്നാ ഇന്ന് തന്നെ പറഞ്ഞേക്കണ്ട പണി നമ്മക്ക് നോക്കാം. പിന്നെ അല്ലാണ്ട് എങ്ങനെയെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് ഓടിക്കണം. ആ, ഞാനിപ്പോ പോയി ഇവരടുത്തൊക്കെ പറഞ്ഞിട്ട് വരാം. ബാക്കിയുള്ള ഓരോരുത്തെല്ലാം പറഞ്ഞിട്ട് നമുക്ക് വൈകുന്നേരം 5 മണിക്ക് വിളിക്കാം. ആ, ബാക്കി ഞാൻ വാട്സാപ്പിൽ ഇട്ടോളാം. ആ, അതാണ്. ഞാൻ പോട്ടെ. ആ ആ, ശരിയേ. ആ ശരി. റീനേച്ചിയെ, റീനേച്ചി, ഈ വീടും വീട്ടിട്ട് ഈ പെണ്ണുങ്ങൾ എവിടെ പോയതാ? ഒരു കാര്യം പറയാൻ നോക്കിയാ കാണൂല. ഏച്ചിയെ, ഏച്ചി. ആ, ഹലോ, എന്താടോ? പുല്ല് പറിക്കാ? നിങ്ങൾ അറിഞ്ഞോ? എന്തറിഞ്ഞോന്ന്? എന്താ ഒരു ഫിഗർ? ഒരു സൈഡിൽ നോക്കിയ അനുഷ്ക ഷെട്ടി, മറ്റേ സൈഡിൽ നോക്കിയ തമന്ന. മച്ചാനെ, എന്താ ലുക്ക്? കഴിഞ്ഞോ? നിന്റെ വർണ്ണന കഴിഞ്ഞോ? ഓ, എടാ നിന്നോട് ഞാൻ കാര്യം പറയാം. എന്താ? എനിക്ക് നിന്നോട് പറയാതിരിക്കാനും വയ്യ, എന്നാലും നീ ഇത് കേൾക്കണം. ആ, ഈ കുട്ടി ഞാനായിട്ട് ഭയങ്കര ഇഷ്ടത്തിലാ. നീ? അതെ, ഞാൻ അവളായിട്ട്. അതെ, ഈ വരുന്ന കുംഭത്തിൽ ഞങ്ങളെ കല്യാണം ചിലപ്പോൾ നടന്നേക്കാം. നമുക്ക് കാണാം. അതെന്താടാ? എനിക്കെന്തേ കൊച്ചിനെ കല്യാണം കഴിച്ചൂടെ? പക്ഷെ അവൾക്ക് നീ ചേരണ്ടേ? നീ അവളെ എന്നെ ഒന്ന് നോക്കിയേ. അതെന്നെയാണ് പ്രശ്നം. ഓ, അത് നീ പിന്നെ ആ, എന്റെ അവളുടെ ലുക്ക് നോക്ക് നീ. എന്താ ഒരു ചേർച്ച. അതിലും നല്ലോണം ഞാനും ചെയ്യും. അത് കണ്ടാലും മതി. നീ ഡിലീറ്റ് ചെയ്തേ. ആന്തിനി, എടാ എന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ നിന്റെ പെങ്ങളാ. ആയില്ലല്ലോ. അതാവുമല്ലോ. ആയിട്ടല്ലേ? ഡിലീറ്റ് ചെയ്യല്ലോ? ഇല്ല. നീ ചെയ്യുമല്ലോ? ഇല്ല. കൈവിട്. നിന്റെ കൈ വിടത്തില്ല. കൈവിട്. അത് ഡിലീറ്റ് ചെയ്ത് നിന്റെ കൈ ഡിലീറ്റ്. മേല് വേദന ഡിലീറ്റ് ചെയ്യടാ. മേല് വേദന ആയാല് എന്റെ പൊന്നളിയാ, നിന്റെ പെങ്ങളാണ് ആ സ്ഥാനത്ത് നീ കാണണം. പെങ്ങളാവുമ്പോ അല്ലേ? അതാവുമല്ലോ. ആയിട്ടില്ലല്ലോ. ആയിട്ടില്ലല്ലോ. ചേട്ടാ, ഉപദ്രവിക്കരുത്. കൊച്ചിന് കോളേജിൽ പോണം. ഞങ്ങൾ പാവങ്ങളാ, ശല്യപ്പെടുത്തരുത്. അങ്ങനെ അങ്ങ് പോയാലെങ്ങനെയാ? നമ്മളെ നാട്ടിൽ നിങ്ങൾ വന്ന് പുതുതായിട്ട് താമസിക്കുമ്പോ സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കണ്ടേ?
മോളിതൊക്കെ വീട്ടിൽ ചെന്ന് പറഞ്ഞല്ലേ? ഏ? ഏ? പടച്ചവേ. എന്താ രാഹുലല്ലേ സ്ഥിര കുട്ടിനെ ശല്യം ചെയ്യുന്നേ? ഇപ്പൊ അവിടെ എന്താ വലിയ പ്രശ്നം നടക്കുന്നുണ്ട്. എന്ത് പ്രശ്നം? അതാ കണ്ടോ? ഓയ്യോ അതാ പോന്ന ചത്ത. അല്ല ഇങ്ങോട്ട് നോക്കിഞ്ഞേ, ഈ പെണ്ണാരെന്നറിയാൻ വേണ്ടിട്ട് പത്തനംതിട്ടയിലെ രത്നാരേട്ടന് ഈ പെണ്ണിന്റെ ഫോട്ടോ എടുത്ത് ഞാൻ അയച്ചു കൊടുത്തു. അന്നേരല്ലേ വിവരറിയുന്നത് ഇവരെ വീട്ടിൽ പണ്ടൊരു കള്ളൻ കയറി. ആ കള്ളൻ എന്തോ ഒരു കയ്യബദ്ധം പറ്റിയിട്ട് അച്ഛനമ്മനെ തലക്കടിച്ച് കൊന്നു. ആ കള്ളൻ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന അന്ന് ഓന്റെ വീട്ടിൽ കയറി ഓനെ അറഞ്ചം പുറഞ്ചം വെട്ടിയ പെണ്ണായത്. എന്നിട്ട് ഇവള് ജീവപര്യന്തം തടവും കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഈ ചെറിയ കുഞ്ഞിനെയും കൂട്ടി ഇവിടെ വന്നിട്ട് മനസമാധാനത്തോടു കൂടി ജീവിക്കുകയാണ്. മാത്രല്ല ഈ കാലത്തിനിടയ്ക്ക് ഇവള് കരാട്ടയും കുംഫുക്കെ ഇത് ബാലേട്ടനറിയില്ലേ ഇതൊന്നും? അറിയാലോ, ഇതറിയുന്നോണ്ടല്ലേ ഞാൻ എനിക്ക് നിങ്ങളോട് ദേഷ്യം ഉണ്ടായിട്ടാ പറഞ്ഞ ഗേറ്റിന്റെ തിരിഞ്ഞേൽക്കണ്ടെന്ന്. മോനെ നിന്നെയൊക്കെ സ്വന്തം അനിയൽ പോലല്ലേ കരുതത്. നമ്മള് അനാവശ്യമായിട്ട് അവിടെ ഓരോ കാര്യം പറഞ്ഞിട്ട് അവിടെ അങ്ങനെ ഉണ്ടോ ഇങ്ങനെ ഉണ്ടോ എന്ന് പറഞ്ഞ് ചെല്ലണ്ട. അവരവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കട്ടെ. ഇതൊക്കെ എല്ലാവർക്കും ഒരു പാടാവട്ടെ കേട്ടോ. ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും ഇടപെടരുത്. നിങ്ങളൊക്കെ സ്വന്തം അനിയന്റെ പോലെയാടാ കണ്ടത് ബാലേട്ടൻ.